വെൽക്കം ടു ലേണിനോ. സോ LDC എക്സാമിലെ ഇംഗ്ലീഷിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ വി ആർ മൂവിങ് ടു ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, our teacher used to dash many interesting examples while teaching grammar. So homophones-നെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. Our teacher used to dash many interesting examples while teaching grammar. ഒരു fill in the blanks type question ആണ്. സോ ഇവിടെ കറക്റ്റ് ആയിട്ട് ആപ്റ്റ് ആയിട്ട് വരുന്ന വേർഡ് ഏതാണെന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഇവിടെ കുറേ ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ഓപ്ഷൻ എ സൈറ്റ്, CITE സൈറ്റ്. ഓപ്ഷൻ ബി SIGHT സൈറ്റ്. ഓപ്ഷൻ സി SITE സൈറ്റ് ആൻഡ് ഓപ്ഷൻ ഡി CIGHT സൈറ്റ്. സോ നമ്മളിവിടെ കാണുമ്പോൾ പ്രൊനൗൺസിയേഷൻ, ഈ 4 വേർഡ്സിൻ്റെയും 4 ഓപ്ഷൻസിൻ്റെയും പ്രൊനൗൺസിയേഷൻ സെയിം ആണ്. സൈറ്റ് തന്നെയാണ് പ്രൊനൗൺസിയേഷൻ വരിക, ബട്ട് ദെയർ മീനിങ് ഈസ് ഡിഫറെൻറ്റ്. ഇങ്ങനെയുള്ള വേർഡ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് homophones. Okay, the words which having different same pronunciation but different meaning are known as homophones. So ഇവിടെ ഏതാണ് കറക്റ്റ് ആയിട്ട് വരിക? ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, our teacher used to cite many interesting examples while teaching grammar. ഓപ്ഷൻ എ ആണ് റൈറ്റ്. സോ ഈ ഓപ്ഷനിൽ തന്നിട്ടുള്ള വേർഡ്സിൻ്റെ മീനിങ് എന്താണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് CITE സൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ടു കോട്ട്. നമ്മൾ എന്തെങ്കിലും ഒരു ഇൻസ്റ്റൻസ് പറയാൻ വേണ്ടിയിട്ടാണ് ഈ CITE സൈറ്റ് നമ്മൾ സാധാരണയായിട്ട് യൂസ് ചെയ്യുക. ടു കോട്ട് ഓർ മേക്ക് റെഫറൻസ് ടു സംതിങ്, എന്തെങ്കിലും ഒന്ന് റെഫറൻസ് ചെയ്യാനോ അല്ലെങ്കിൽ ഒരു എക്സാമ്പിൾ ആയിട്ട് പറയുമ്പോഴൊക്കെയാണ് സൈറ്റ് എന്നുള്ള വേർഡ് യൂസ് ചെയ്യുക, CITE. ദെൻ SIGHT സൈറ്റ് മീൻസ് റിലേറ്റഡ് ടു വിഷൻ, നമ്മുടെ കാഴ്ചയായിട്ട് റിലേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുക. ദെൻ SITE സൈറ്റ് മീൻസ് ഒരു ലൊക്കേഷൻ ഓർ പ്ലേസിനെ ഇൻഡിക്കേറ്റ് ചെയ്യാനാണ് നമ്മൾ SITE സൈറ്റ്. ദെൻ CIGHT സൈറ്റ് അങ്ങനെ കോമൺലി ഇംഗ്ലീഷിൽ യൂസ് ചെയ്യാത്തൊരു വേർഡാണ്. ഓക്കെ, ദെൻ സെക്കൻഡ് ക്വസ്റ്റ്യൻ. Second question is, emotional stress is one of the reasons for dash the crime of killing a newborn child. അതായത് ഇതും fill in the blanks type question ആണ്. The crime of killing a newborn child. ഒരു പുതിയതായിട്ട് ജനിച്ചു വളർന്നിട്ടുള്ള ഒരു ശിശു അല്ലെങ്കിൽ ഒരു പിഞ്ചു കുഞ്ഞിനെ കൊല്ലുന്ന ആ ഒരു ക്രൈമിനെ വിളിക്കുന്ന പേര്. ഇമോഷണൽ സ്ട്രെസ് ഈസ് വൺ ഓഫ് ദ റീസൺസ് ഫോർ. ആ ഒരു ഇമോഷണൽ സ്ട്രെസ് ആണ് ഒരു പിഞ്ച് കുഞ്ഞിനെ കൊല്ലുന്ന ഒരു പ്രവൃത്തിയിലേക്ക് ലീഡ് ചെയ്യുന്നത് എന്നാണ് നമ്മുടെ ഒരു ക്വസ്റ്റ്യൻ, ആ തന്നിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റിൻ്റെ മീനിങ്. ഓക്കെ, സോ നമ്മൾ കണ്ടുപിടിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ആ ഒരു കുഞ്ഞിനെ കൊല്ലുന്ന ഒരു പ്രവൃത്തിനെ വിളിക്കുന്ന പേരെന്താണ്? ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ വരിക, ഇൻഫൻറ്റിസൈഡ്. ഓക്കെ, ഓപ്ഷൻ എ, ദ ക്രൈം ഓഫ് കില്ലിങ് എ ന്യൂ ബോൺ ചൈൽഡ്. പുതിയതായിട്ട് ജനിച്ചിട്ടുള്ള ഒരു ശിശു, ഒരു പിഞ്ചു കുഞ്ഞിനെ കൊല്ലുന്ന ആ ഒരു പ്രവൃത്തി, നീചമായിട്ടുള്ള പ്രവൃത്തിനെ വിളിക്കുന്നത് ഇൻഫൻറ്റിസൈഡ് എന്നാണ്. ഓക്കെ, ദെൻ ഓപ്ഷനിൽ തന്നിട്ടുള്ള മറ്റ് 3 വേർഡ്സ്, ജെനോസൈഡ്. ജെനോസൈഡ് മീൻസ് ദി ആക്ട് ഓഫ് കില്ലിങ് ലാർജ് നമ്പർ ഓഫ് പീപ്പിൾ. ഒരുപാട് പേരെ ഒറ്റയടിക്ക് കൊല്ലുന്ന ഒരു പ്രവൃത്തിനെയാണ്, ഒരുമിച്ച് കൊല്ലുന്ന ഒരു പ്രവൃത്തിനെയാണ് ജെനോസൈഡിനെ വിളിക്കുക. ദെൻ ഫൈൽസൈഡ് മീൻസ് വൺ ഹു കിൽസ് വൺസ് ഓൺ സൺ ഓർ ഡോട്ടർ. സ്വന്തം മകനെയോ അല്ലെങ്കിൽ മകളെയോ കൊല്ലുന്ന ആ ഒരു ക്രൈമിനെയാണ് ഫൈലിസൈഡിനെ വിളിക്കുക. ദെൻ മെട്രിസൈഡ്, കില്ലിങ് വൺസ് മദർ. ഇതുപോലെ റിലേറ്റഡ് ആയിട്ടുള്ള മറ്റൊരു വേർഡാണ് പാട്രിസൈഡ് എന്ന് പറഞ്ഞാൽ വൺ ഹു കിൽസ് വൺസ് ഓൺ ഫാദർ. ഓക്കെ, ദെൻ തേർഡ് ക്വസ്റ്റ്യൻ, what are the dash to become a college principal? ഓക്കെ, 4 വേർഡ്സ് തന്നിട്ടുണ്ട്. ക്രൈറ്റീരിയൻ, ക്രൈറ്റീരിയ, ക്രൈറ്റീരിയാസ്, ക്രൈറ്റീരിയം. ഓക്കെ, ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ വരിക. വാട്ട് ആർ ദ ക്രൈറ്റീരിയ എന്നാണ്. കാരണം എന്താണ്? വാട്ട് ആർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്ലൂറൽ ആണ്. ക്രൈറ്റീരിയൻ എന്ന് പറഞ്ഞാൽ സിംഗുലർ ഫോമാണ്, ക്രൈറ്റീരിയ അതിൻ്റെ പ്ലൂറൽ ഫോമാണ്. ദെൻ ഓപ്ഷൻ സി ക്രൈറ്റീരിയാസ്, അത് തെറ്റായിട്ടുള്ള ഒരു യൂസേജ് ആണ്. ക്രൈറ്റീരിയാസ് നമ്മൾ പറയില്ല, പ്ലൂറൽ ആയിട്ട് നമ്മൾ ക്രൈറ്റീരിയ എന്നേ പറയുള്ളൂ. സോ ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ. ഓക്കെ, ദെൻ ക്രൈറ്റീരിയൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് എ ടൈപ്പ് ഓഫ് ബൈസൈക്കിൾ റോഡ് റേസ്. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 4. Mira's parents helped her to do her homework. ഇതൊരു ക്വസ്റ്റ്യൻ ടാഗിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. മീരാസ്
parents helped her to do her homework. Options തന്നിട്ടുണ്ട്. Don't they, does she, didn't they, didn't she. Okay, മീരാസ് പാരൻസ് എന്നാ പറഞ്ഞിട്ടുള്ളത്. നമ്മുടെ സബ്ജക്റ്റ് മീരാസ് പാരൻസ് എന്ന് വന്നുകൊണ്ട് തന്നെ മീര എന്നാണെങ്കിൽ നമ്മുടെ സബ്ജക്റ്റിന്റെ സ്ഥാനത്ത് ഷീയെ വരുള്ളൂ. മീരാസ് പാരൻസ് ആണ് ഇപ്പൊ സബ്ജക്റ്റിന്റെ സ്ഥാനത്ത് നിൽക്കുന്നത്. സോ നമുക്ക് ക്വസ്റ്റ്യൻ ടാഗിൽ ദേ വരണം. അപ്പോൾ ഓപ്ഷൻ ബിയും ഓപ്ഷൻ ഡിയും തെറ്റാണ്. ഓപ്ഷൻ എ ആൻഡ് സി നമുക്ക് കൺസിഡർ ചെയ്യാം. ഓക്കെ, ദെൻ ഡോൺ ഡേയും ഉണ്ട്, ഡിഡിൻ ഡേയും ഉണ്ട്. ഓക്കെ, സോ ഇതില് മീരാസ് പാരൻസ് ദെൻ വേർബിനെ എടുക്കാം. നമുക്ക് വേർബായിട്ട് ഹെൽപ്ഡ് ആണ് തന്നിട്ടുള്ളത്. ഹെൽപ്ഡ് എന്ന് പറഞ്ഞാൽ എന്താ, പാസ് ഫോം ഓഫ് ദ വേർബാണ്. നമ്മൾ പാസ്റ്റ് വരുമ്പോൾ ഡൂയിന്റെ പാസ് ഫോം ആണ് യൂസ് ചെയ്യുക, അതായത് ഡിഡിൻറ്റ് ദേ. ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ വരിക. ഓക്കെ, ഓപ്ഷൻ സി ഡിഡിൻറ്റ് ദേ. Then fifth question, അഞ്ചാമത്തെ question, Arun dash his grandparents last week. Okay, Arun dash his grandparents last week. Phrasal verbsനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അതായത് ഫോർ എക്സാമ്പിൾ പുട്ട് വെച്ചിട്ട് നമുക്ക് ഒരുപാട് ഫ്രേസൽ വെർബ്സ്, പുട്ട് ഓഫ്, പുട്ട് ഓൺ, പുട്ട് അപ്പ് വിത്ത്. അതുപോലെ കോൾ വെച്ചിട്ട് ഒരുപാടുണ്ട്. കോൾഡ് അറ്റ്, കോൾഡ് ഔട്ട്, കോൾഡ് ഓഫ്, കോൾഡ് ഓൺ. സോ ഫ്രേസൽ വെർബ്സ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഒരു പോർഷൻ ആണ്. പുട്ട് വെച്ചിട്ടും കോൾ വെച്ചിട്ടൊക്കെ ഒരുപാട് ചോദിച്ചു കാണാറുണ്ട്. ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ബിഫോർ മൂവിങ് ഓൺ ടു ദി ആൻസർ, നമുക്ക് ഇത് ഓരോന്നും എന്താണെന്നുള്ളത് നോക്കാം. സോ ഫസ്റ്റ് കോൾഡ് അറ്റ് എന്ന് പറഞ്ഞാൽ to stop at a place. Okay, to stop at a place or to stop somewhere. എവിടെയെങ്കിലും നമ്മൾ സ്റ്റോപ്പ് ചെയ്യുന്നതിനെയാണ് കോൾഡ് അറ്റ് എന്ന് പറയുക. then called out എന്ന് പറഞ്ഞാൽ to challenge, to fight a duel. Okay, then called off എന്ന് പറഞ്ഞാൽ റീകോൾ ചെയ്യാൻ, സംതിങ് റീകോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. called on to make a short visit. ആരെങ്കിലും ഒന്ന് ഷോർട്ട് വിസിറ്റ് നടത്തുമ്പോഴാണ് called on യൂസ് ചെയ്യുക. then called away to someone to carry on another activity. then call for to need something. എന്തെങ്കിലും ആവശ്യമുള്ളപ്പോഴാണ് നമ്മൾ call for സെയിൽസ്മാൻ എന്നൊക്കെ പറഞ്ഞാൽ എന്താ, സെയിൽസ്മാൻ ആവശ്യമുണ്ട് എന്നുള്ള തരത്തിലുള്ള അഡ്വർടൈസ്മെന്റ്സിലാണ് സാധാരണ കോൾ ഫോർ എന്നൊക്കെ കാണിക്കുക. ഓക്കെ, സോ ഹിയർ ദി കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ഡി ആണ്, കോൾഡ് ഓൺ. ഗ്രാൻഡ് പാരൻസിനെ ഒരു ഷോർട്ട് വിസിറ്റ് നടത്തിയാലും കോൾഡ് ഓൺ ഹിസ് ഗ്രാൻഡ് parents എന്നാണ് വരിക. Okay, to make a short visit. Option B ആണ് right answer. Then we are moving on to the sixth question. While I was going to the market, I dashed my friend. ഇത് ഒരു past progressive ടെൻസിലുള്ള, നമ്മൾ ടെൻസസ് ഉണ്ട്, മെയിൻലി 3 തരത്തിലുള്ള ടെൻസസ് ഉണ്ട്. പ്രസന്റ് ടെൻസ് വരുന്നുണ്ട്, പാസ്റ്റ് ടെൻസ് വരുന്നുണ്ട്, ഫ്യൂച്ചർ ടെൻസ് വരുന്നുണ്ട്. അതിൽ പ്രസന്റ് ടെൻസ് സംതിങ് വിച്ച് ഇസ് ഹാപ്പനിങ് നൗ, ഒരു അറ്റ് ദ പ്രസന്റ് മൊമെന്റിൽ നടന്നുകൊണ്ടിരിക്കുന്നതിനെയാണ് പ്രസന്റ് വെച്ച് നമ്മൾ ഇൻഡിക്കേറ്റ് ചെയ്യുക. ദെൻ പാസ്റ്റ് എന്ന് പറഞ്ഞാൽ സംതിങ് വിച്ച് ഹാപ്പൻഡ് ഏർലിയർ, നമ്മൾ കഴിഞ്ഞു പോയ കാര്യങ്ങളെയാണ് പാസ്റ്റ് ടെൻസ് വെച്ച് ഇൻഡിക്കേറ്റ് ചെയ്യുക. ആൻഡ് ഫ്യൂച്ചർ എന്ന് പറഞ്ഞാൽ സംതിങ് വിച്ച് ഇസ് ഗോയിങ് ടു ഹാപ്പൻ, നമ്മൾ നടക്കാൻ പോകുന്ന കാര്യങ്ങളെയാണ് ഫ്യൂച്ചർ ടെൻസ് വെച്ച് ഇൻഡിക്കേറ്റ് ചെയ്യുക. വൈൽ ഐ വാസ് ഗോയിങ് ടു the market, I dashed my friend. I was എന്നുള്ളത് പാസ്റ്റ് ടെൻസ് ആണ്. സോ എന്താണ്, പ്ലസ് ഗോയിങ് എന്ന് വന്നിട്ടുണ്ട്, ing ഫോം തന്നിട്ടുണ്ട്. സോ ഇതെന്താണ്, പാസ്റ്റ് പ്രോഗ്രസീവ് ടെൻസ് ആണ്. ഓക്കെ, ing ഫോം കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്നുകിൽ പ്രോഗ്രസീവ് അല്ലെങ്കിൽ കണ്ടിന്യൂസ് ഫോമിലാണ്. അത് പ്രസന്റ് ആയിക്കോട്ടെ, പാസ്റ്റ് ആയിക്കോട്ടെ, ഫ്യൂച്ചർ ആയിക്കോട്ടെ, ing ഫോം ഈസ് പ്രോഗ്രസീവ് ഓർ കണ്ടിന്യൂസ് ഫോം. ദെൻ വാസ് എന്നുള്ളത് എന്താണ്, പാസ്റ്റ് ആണ്. സോ പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ്. സോ വൈൽ ഐ വാസ് ഗോയിങ് ടു ദ മാർക്കറ്റ്, ഇതിൻ്റെ പാസ്റ്റ് ടെൻസിൽ വരുന്നത് മെറ്റ് ആണ്. ഓക്കെ, ഐ മെറ്റ് മൈ ഫ്രണ്ട് എന്നുള്ളതാണ്. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ വരിക. ദെൻ പാസ്റ്റ് പ്രോഗ്രസീവ് ടെൻസ് എന്താണെന്ന് വെച്ചാൽ when two actions took place simultaneously, the one that serves as the background is put in past continuous form. അതായത് രണ്ട് ആക്ഷൻ simultaneously means at the same time, ഒരുമിച്ച് നടക്കുമ്പോൾ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഏറ്റവും ഫസ്റ്റ് നടന്നിട്ടുള്ള കാര്യം നമ്മൾ പാസ്റ്റ് കണ്ടിന്യൂസ് ഫോമിൽ കൊടുക്കും. മറ്റേ കാര്യം എന്താണ്, ദെൻ സെക്കൻഡ് വരുന്ന ആ ഒരു സംഭവത്തിന് നമ്മൾ പാസ്റ്റ് സിമ്പിൾ പാസ്റ്റ് ഫോമിൽ കൊടുക്കും. ഓക്കെ,
while I was going to the market എന്നുള്ളതാണ് ബാക്ക്ഗ്രൗണ്ടിൽ. മാർക്കറ്റിൽ പോകുമ്പോഴാണ് ഇയാളെ വ്യക്തിനെ കണ്ടിട്ടുള്ളത്. സോ ഐ വാസ് ഗോയിങ് ടു ദ മാർക്കറ്റ്, അത് പാസ്റ്റ് കണ്ടിന്യൂസ് ഫോമിലും കൊടുത്തു. ദെൻ ഐ മെറ്റ് എന്നുള്ളത് പാസ്റ്റ് സിമ്പിൾ പാസ്റ്റ് ഫോമിലും കൊടുത്തു. ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ വന്നിട്ടുള്ളത്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 7th question, identify the correct passive form of the given sentence. ആക്റ്റീവ് വോയിസ് ആൻഡ് പാസീവ് വോയിസ് റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഷീ ഈസ് ടീച്ചിങ് മാത്തമാറ്റിക്സ് ആണ് നമ്മുടെ സെൻറ്റൻസ്. ഷീ ഈസ് ടീച്ചിങ് മാത്തമാറ്റിക്സ്. ഇതെന്താണ്? ഷീ ഈസ് വന്നുകൊണ്ട് പ്രസന്റ് ആണ്, പ്ലസ് ടീച്ചിങ് ING ഫോം വന്നുകൊണ്ട് പ്രസന്റ് കണ്ടിന്യൂസ് ഫോമിൽ തന്നിട്ടുള്ള ഒരു സെൻറ്റൻസ് ആണ്. സോ പ്രസന്റ് കണ്ടിന്യൂസിലാക്കണമെങ്കിൽ ഇതിൻ്റെ ഒരു സാധാരണ ഒരു സെൻറ്റൻസിൻ്റെ പാറ്റേൺ ഫസ്റ്റ് സബ്ജക്റ്റ് വരും, ദെൻ വേർബ് വരും, പിന്നെ ഒബ്ജക്റ്റ് വരും. ഷീ എന്നുള്ളത് സബ്ജക്റ്റ് ആണ്, ദെൻ ടീച്ചിങ് എന്നുള്ളത് വേർബ് ആണ്, ദെൻ മാത്തമാറ്റിക്സ് എന്നുള്ളത് ഒബ്ജക്റ്റ് ആണ്. നമ്മൾ പാസീവ് ഫോമിലാക്കുമ്പോൾ ഒബ്ജക്റ്റ് ഫസ്റ്റ് വരണം, അതായത് മാത്തമാറ്റിക്സ് എന്നുള്ളത് ഫസ്റ്റ് വരണം. ഓക്കെ, ദെൻ മാത്തമാറ്റിക്സ് ഈസ് ബീയിങ് taught by her. ഓക്കെ, ING ഫോം വരുന്നുണ്ടെങ്കിൽ കണ്ടിന്യൂസ് ഫോം ആണെങ്കിൽ നമ്മൾ ബീയിങ് ചേർക്കണം. ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ വരിക. ഓക്കെ, മാത്തമാറ്റിക്സ് ഈസ് ബീയിങ്, ദെൻ വേർബ് വരണം, ദെൻ ഷീ എന്നുള്ളത് എന്തായിരിക്കും? ഇൻഡയറക്റ്റ് ഫോം വരുമ്പോൾ ബൈ ഹെർ ആയിട്ട് മാറും. ബൈ പ്ലസ് ഇൻഡയറക്റ്റ് ഫോം ഓഫ് ദ സബ്ജക്റ്റ് ആണ്. ഷീനെ നമ്മൾ പാസീവിലേക്ക് ആക്കുമ്പോൾ ഹെർ ആയിട്ട് മാറും. ഹി ആണെങ്കിൽ ബൈ ഹിം ആയിട്ട് മാറും. ദേ ആണെങ്കിൽ ഡം ആയിട്ട് മാറും. ഓക്കെ, so mathematics is being taught by her. being എന്നുള്ളത് അവിടെ ING ഫോം വന്നുകൊണ്ടാണ്. ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ. Then 8th question, read the sentences below to find out there is any grammatical error in it. The error, if any, will be in one part of the sentence. If there is no error, the answer is D. Mark the answer. അതായത് ഒരു സെന്റൻസ് ആണ് ഇവിടെ തന്നിട്ടുള്ളത്. 4 ഓപ്ഷനിലായിട്ട് ഒരു സെന്റൻസിനെയാണ് സ്പ്ലിറ്റ് ചെയ്ത് തന്നിട്ടുള്ളത്. ഈ ഒരു സെന്റൻസിൽ എന്തെങ്കിലും ഗ്രാമാറ്റിക്കൽ എറർ ഉണ്ടോ എന്ന് നമ്മൾ കണ്ടുപിടിക്കണം. The error, if any, will be in one part of the sentence. 4 പാർട്സ് ആക്കിയിട്ടാണ് സെന്റൻസ് വന്നിട്ടുള്ളത്. എറർ ഉണ്ടെങ്കിൽ തന്നെ അത് ഏതെങ്കിലും ഒരു പാർട്ടിലായിരിക്കും. അത് ഏതാണെന്ന് നമ്മൾ കണ്ടുപിടിക്കണം. Then if there is no error, the answer is D. ഇതിൽ തെറ്റൊന്നും ഇല്ലെങ്കിൽ എന്താണ്? അതിൻ്റെ ആൻസർ D ആണ്. നോ എറർ എന്നുള്ള 4ാമത്തെ ഓപ്ഷനാണ് വരിക. മാർക്ക് ദ ആൻസർ. ഓക്കെ, അതിൽ ആൻസർ എന്താണ് നമ്മൾ കണ്ടുപിടിക്കണം. ദെൻ നോ സൂണർ ഹാഡ് ഹിസ് വെച്ചിട്ടാണ് സെന്റൻസ് തുടങ്ങുക. സോ ഇത് കൺകോഡ് അല്ലെങ്കിൽ സബ്ജക്ട് വെർബ് എഗ്രിമെന്റ് വെച്ചിട്ട് നമുക്ക് നോക്കാം. നോ സൂണർ ഹാഡ് ഹിസ്, ഇങ്ങനെ ഒരു റൂൾ ഉണ്ട്. നോ സൂണർ വെച്ച് നോ സൂണർ ഹാഡ് വെച്ചിട്ട് ഒരു സെന്റൻസ് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ നോ സൂണർ ഹാഡ് ദാൻ എന്ന് പറഞ്ഞിട്ട് ഒരു റൂൾ തന്നെ ഉണ്ട്. ഓക്കെ, സോ നോ സൂണർ ഹാഡ്, അതിൽ വലിയ തെറ്റൊന്നുമില്ല. ഹാഡ് ഹിസ് ഫാദർ കം ഹോം, അതിലും ഫാദർ കം ഹോം എന്ന് പറഞ്ഞാലും അതിൽ തെറ്റില്ല. ദെൻ ഹി സ്റ്റാർട്ടഡ് റീഡിങ്, ആ ഒരു റൂളിൽ പറഞ്ഞിട്ടുണ്ട് നോ സൂണർ ഹാഡ് വന്നാൽ ദാൻ ആണ് ചേർക്കുക, THAN. ഇവിടെ ഓപ്ഷൻ സിയിൽ തന്നിട്ടുള്ളത് ദെൻ ആണ്. സോ ഇറ്റ് ഇസ് റോങ്. ഓപ്ഷൻ സി ആണ് തെറ്റ്. സോ ദാൻ ഹി സ്റ്റാർട്ടഡ് റീഡിങ് എന്നാണ് അവിടെ വരേണ്ടിയിരുന്നത്. ഓപ്ഷൻ ഡി നോ എറർ ആണ്. ഇവിടെ ശരിക്കും തെറ്റുണ്ട്. ഓപ്ഷൻ സിയിലാണ് തെറ്റ് വന്നിട്ടുള്ളത്. Okay, so the right answer is option C. The format is no sooner had than ആണ് വരേണ്ടത്. Then 9th question. In the question given below, there is a sentence of which some parts have been jumbled up. Rearrange these parts which are labeled P, Q, R and S to produce the correct sentence. Choose the proper sequence and mark our response. അതായത് ഈ ഒരു ഇവിടെ ഒരു സെന്റൻസ് തന്നിട്ടുണ്ട്. ഓക്കെ, ഈ PQRS എന്ന് വെച്ച് ഡിനോട്ട് ചെയ്യുന്നത് ഒരു സെന്റൻസ് ആണ്. അത് അഗെയിൻ 4 പാർട്സ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ടാണ് നമുക്ക് തന്നിട്ടുള്ളത്. സോ ഇതിനെ നമ്മൾ കറക്റ്റ് ഓർഡറിലാക്കിയിട്ട് ഒരു പ്രോപ്പർ ആയിട്ടുള്ള സീക്വൻസ് ഉള്ള പ്രോപ്പർ ആയിട്ടുള്ള ഒരു സെന്റൻസ് ആക്കി മാറ്റാനാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് ആദ്യം 4 ഓപ്ഷൻസ് ഒന്ന് നോക്കാം. ഓപ്ഷൻ പി എന്താ? ബിക്കോസ് ദേ ഹാഡ് സോ ലിറ്റിൽ. ഓപ്ഷൻ ക്യൂ എന്താ? thousands of years ago.
ഓപ്ഷൻ ആർ എന്താ? അവർ ആൻസിസ്റ്റേഴ്സ് ഹാഡ് ടു സേവ് ആൻഡ് സ്റ്റോർ. എസ് എന്താ? വാട്ട് എവർ ദേ കുഡ് ഹാവ്. ഓക്കെ, സോ ഇതിനെ എങ്ങനെ കറക്റ്റ് ആക്കാം? സോ നമ്മൾ സാധാരണയായിട്ട് പറയുമ്പോൾ തൗസൻഡ്സ് ഓഫ് ഇയേഴ്സ് എഗോ കഴിഞ്ഞിട്ടൊരു കോമ ഉണ്ട്. സോ ഈ ഒരു കോമ വരുന്നത് ഒരിക്കലും ലാസ്റ്റ് പോർഷനിൽ വരില്ല, നമുക്കത് ഫസ്റ്റിൽ കൊടുത്തു നോക്കാം. തൗസൻഡ്സ് ഓഫ് ഇയേഴ്സ് എഗോ, അതായത് 1000ഓളം വർഷങ്ങൾക്ക് മുൻപ്. ദെൻ റിലേറ്റഡ് ആയിട്ട് വരുന്നത് എന്താ? അവിടെ ബിക്കോസ് കൊടുത്തു കഴിഞ്ഞാൽ അതിനൊരു അർത്ഥം വരില്ല. വാട്ട് എവർ ദേ കുഡ് ഹാവ് എന്ന് പറഞ്ഞാലും എന്താണ്, അവിടെ ഒരു മീനിങ് ഇല്ല. ദേ ആരാന്നുള്ളത് അവിടെ ഒരു ക്വസ്റ്റ്യൻ വരും. സോ നമുക്ക് ക്യൂവിന് ശേഷം 6 കൊടുത്തു നോക്കാം. അവർ ആൻസിസ്റ്റേഴ്സ് ഹാഡ് ടു സേവ് ആൻഡ് സ്റ്റോർ. തൗസൻഡ്സ് ഓഫ് ഇയേഴ്സ് എഗോ ഞങ്ങളുടെ ആൻസിസ്റ്റേഴ്സിന് ഹാഡ് ടു സേവ് ആൻഡ് സ്റ്റോർ സംതിങ്. സോ അവിടെ ഒരു മീനിങ് ഉണ്ട്. ദെൻ QR ഈസ് റൈറ്റ്. ദെൻ എന്താണ്? വാട്ട് എവർ ദേ കുഡ് ഹാവ്, ഓപ്ഷൻ എസ് വരും. Then because they had so little. So നമുക്കൊന്ന് കൂട്ടി വായിക്കാം. Thousands of years ago, our ancestors had to save and store whatever they could have because they had so little. 1000 വർഷങ്ങൾക്ക് മുൻപ് നമ്മുടെ ആൻസിസ്റ്റേഴ്സിന് ഹാഡ് ടു സേവ് ആൻഡ് സ്റ്റോർ, അവരുടെ കയ്യിൽ എന്താണോ ഉള്ളത് അതെല്ലാം സേവ് ചെയ്യേണ്ടതും സ്റ്റോർ ചെയ്യേണ്ടതും ആയിട്ട് ആവശ്യമുണ്ടായിരുന്നു. ബിക്കോസ് ദേ ഹാഡ് സോ ലിറ്റിൽ, കാരണം എന്താ, ഇന്നുണ്ടായിരുന്നത് പോലെ ലാവിഷ് ആയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. ദേ ഹാഡ് സോ ലിറ്റിൽ. സോ അപ്പം ഏതാണ് കറക്റ്റ് സീക്വൻസ് വരിക? QRSP. ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ വരിക. ഓപ്ഷൻ എ, QRSP. The last question, 10th question, the idiom. A red letter day means, idiom എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ സാധാരണയായിട്ട് പഴഞ്ചൊല്ല് പോലെ യൂസ് ചെയ്യുന്ന ഇംഗ്ലീഷിലുള്ള ചില യൂസേജസ് ഉണ്ട്, അതിനെയാണ് നമ്മൾ ഇഡിയംസ് എന്ന് പറയുക. ഒരുപാട് ഇഡിയംസ് ഉണ്ട്. ഈ ഇഡിയംസ് ഒക്കെ നോക്കുന്നത് എന്തുകൊണ്ടും ബെറ്റർ ആയിരിക്കും. ഓക്കെ, നിങ്ങൾക്ക് പറ്റുന്ന അത്രയും ഇഡിയംസ് നോക്കിയാൽ ബെറ്റർ ആയിരിക്കും. സോ നമുക്ക് ഇവിടെ തന്നിട്ടുള്ളത് എന്താ? എ റെഡ് ലെറ്റർ ഡേ മീൻസ്. ഓക്കെ, അതിൻ്റെ മീനിങ് ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ, എ ഹാപ്പി ഡേ. A red letter day means a happy day. Option D. Okay. I hope it is helpful for you. Thank you.